പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് എന്തുകൊണ്ട് ഡ്രൂ മാക്കിൻ്റെയർ കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ 3 സ്റ്റേജസ് ഓഫ് ഹെൽ എന്ന് പറയുന്ന ഒരു കിടിലൻ മത്സരമാണ് കാണാൻ സാധിച്ചത്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ഡ്രൂ മാക്കിൻ്റെയറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ഈ ഒരു മത്സരം അതിഗംഭീരമായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മൂന്ന് സ്റ്റേജിലെ മത്സരങ്ങളും നല്ല സ്പീഡുള്ള മത്സരങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേത് ഒരു നോർമൽ ഒരു 1-on-1 മത്സരമായിരുന്നു. മത്സരം തുടങ്ങി മത്സരം അവസാനിക്കുന്നത് വരെ ആദ്യത്തെ സ്റ്റേജിൻ്റെ ആ റിസൾട്ട് കാണുന്നത് വരെ മത്സരം മൊത്തം കോഡി റോഡ്സിൻ്റെ അണ്ടറിലായിരുന്നു. ഡ്രൂ മാക്കിൻ്റെയറിന് അങ്ങനെ പറയത്തക്ക മൂവ്സ് ഒന്നും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതായിരുന്നില്ല. പക്ഷേ ടേൺ ബക്കിളിലെ പേടെടുത്ത് മാറ്റിയതും അങ്ങോട്ടേക്ക് റഫറിയുടെ ശ്രദ്ധ പോയതും ഈ അവസരത്തിൽ കോഡി റോഡ്സിനെ ലോ ബ്ലോ കൊടുത്ത് ഡ്രൂ മാക്കിൻ്റെയർ പിൻഫോളിലൂടെ ആദ്യ സ്റ്റേജ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൈപ്പിടിയിൽ ഒതുക്കുന്നതുമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ സ്റ്റേജായിട്ട് നടന്നത് ഒരു ഫോൾസ് കൗണ്ട് എനിവേർ മത്സരമാണ്. എവിടെ വേണമെങ്കിലും എതിരാളിയെ പിൻ ചെയ്തിട്ട് വിജയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരം. ഈ ഒരു മത്സരം തുടങ്ങിയ ഉടനെ തന്നെ ടേബിളിൻ്റെ മുകളിലേക്ക് കോഡി റോഡ്സിനെ ഒരു പവർ ബോംബ് കൊടുത്തുകൊണ്ട് ഡ്രൂ മാക്കിൻ്റെയർ ആക്രമിക്കുന്നുണ്ട്. പിന്നീട് കാണികളുടെ ഇടയിലേക്ക് പോയി ബാക്ക് സ്റ്റേജിലേക്കൊക്കെ പോയിട്ട് ഇവരുടെ ഫൈറ്റ് നീളുന്നുണ്ട്. തിരികെ റിങ്ങിലേക്ക് വന്ന് റിങ്ങിൽ വെച്ച് നല്ലൊരു ഫൈറ്റ് നടക്കുന്നു. പിന്നീട് കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ചിട്ടാണ് കോഡി റോഡ്സ് ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ വിജയിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സ്റ്റേജിൽ വിജയിച്ച ഡ്രൂ മാക്കിൻ്റെയറിന് ആദ്യ ഫോളും രണ്ടാമത്തെ സ്റ്റേജിൽ വിജയിച്ച കോഡി റോഡ്സിന് ആദ്യത്തെ ഫോളും കിട്ടിയപ്പോൾ 1-1 എന്നുള്ളൊരു നിലയിലേക്ക് സ്കോർ ലൈൻ മാറുന്നു. അവസാനത്തെ സ്റ്റീൽ കേജ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിൽ വിജയിക്കുന്ന റസ്ലറിനെ പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായിട്ട് ഒന്നുകിൽ ഡ്രൂ മാക്കിൻ്റെയറിനെ ജയിക്കാം, അല്ലെങ്കിൽ കോഡി റോഡ്സിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ ഇരുവരും റിങ്ങിലേക്ക് വരുന്നു. സ്റ്റീൽ കേജിൻ്റെ സ്ട്രക്ചർ അടിയിലേക്ക് വരുന്നു. അങ്ങനെ മത്സരം ആരംഭിക്കുന്നു. ഈ മൂന്നാമത്തെ സ്റ്റേജിൽ നല്ല കിടിലൻ മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് കോഡി റോഡ്സിൻ്റെ ഭാഗത്തു നിന്ന് കുറേയധികം കട്ടർ മൂവ്സുകൾ നമുക്ക് കാണാൻ സാധിച്ചു. കോഡി കട്ടർ എന്ന് പറയുന്ന മൂവ്സ് സ്റ്റേജിൽ ആ സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൽ നിന്നൊക്കെ നല്ല മികച്ചതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മികച്ചതായിട്ട് സെൽ ചെയ്യാനും ഡ്രൂ മാക്കിൻ്റെയറിന് സാധിച്ചു. മത്സരത്തിൽ ഡ്രൂ മാക്കിൻ്റെയർ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ആണ് അദ്ദേഹം എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതായത് ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് ഡ്രൂ മാക്കിൻ്റെയർ ശ്രമിച്ചത്. അങ്ങനെ വലിയൊരു അവസരം ഡ്രൂ മാക്കിൻ്റെയറിന് കിട്ടുന്നുണ്ട്. ഡ്രൂ മാക്കിൻ്റെയർ അവസാനം അതിലൂടെ ഇറങ്ങി വരുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ച സമയത്താണ് ആ മാസ്ക് ഇട്ട ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ജേക്കബ് ഫാറ്റുവിന് ഇഞ്ചുറി ഉണ്ടായതുപോലെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചിട്ടാണ് ജേക്കബ് ഫാറ്റുവിനെ മാറ്റി നിർത്തിയത്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിനെ ആക്രമിച്ചത് ഡ്രൂ മാക്കിൻ്റെയർ ആണോ എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ഡ്രൂ മാക്കിൻ്റെയറിനെ ആദ്യം ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് പോയ കോഡി റോഡ്സിനെയും ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്നു. ഇതേ ഒരു സമയത്ത് തന്നെ ഡ്രൂ മാക്കിൻ്റെയർ ആ ഡോറിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇറങ്ങി പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് മൂന്നാമത്തെ സ്റ്റേജായ സ്റ്റീൽ കേജിൽ എസ്കേപ്പ് ചെയ്തുകൊണ്ട് ഡ്രൂ മാക്കിൻ്റെയറിനെ രണ്ടാമത്തെ ഫോൾ സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ പുതിയ ചാമ്പ്യനായിക്കൊണ്ട് ഡ്രൂ മാക്കിൻ്റെയർ വിജയിക്കുന്നു. അവസാനം ഡ്രൂ മാക്കിൻ്റെയർ വിജയിച്ച ആ ടൈറ്റിലെടുത്ത് രക്ഷപ്പെട്ടു പോകുന്നതും ജേക്കബ് ഫാറ്റു ഒന്ന് നോക്കി നിൽക്കുന്നതും പിറകിലൂടെ വന്ന കോഡി റോഡ്സ് ജേക്കബ് ഫാറ്റുവിനെ സ്ട്രക്ചറിലേക്ക് വീണ്ടും തള്ളിയിട്ട് ആക്രമിക്കുന്നതും കോഡി റോഡ്സ് നിരാശാജനകമായിട്ട് നൽകുന്ന ക്ലോസിംഗ് ഷോട്ടും കാണിച്ച് സ്മാക്ഡൗൺ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൂ മാക്കിൻ്റെയർ പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് ഇന്നത്തെ ഈ ഒരു ഷോ നടന്നത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ്. UK യിലും യൂറോപ്പിലും നടക്കുന്ന ഇപ്പോഴത്തെ വീക്ക്ലി എപ്പിസോഡ്സ് അതിപ്പോൾ റോയലും സ്മാക്ഡൗൺ ആയാലും മികച്ച രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി WWE കഴിഞ്ഞ വർഷം മുതലേ ശ്രമിക്കാറുണ്ട്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ചേഞ്ചുകൾ, നല്ല നല്ല മത്സരങ്ങൾ, നല്ല നല്ല സ്റ്റോറിയിലെ ഭാഗങ്ങൾ, ഇതൊക്കെ യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ UK ടൂറിൻ്റെ ഭാഗമായിട്ടും WWE ഇപ്പോൾ നിരന്തരമായിട്ട് നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമാണ് ഈ ഡ്രൂ മാക്കിൻ്റെയർ ഈ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതെന്ന് പറയേണ്ടി വരും. അതായത് വീക്ക്ലി എപ്പിസോഡ്സ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രൂ മാക്കിൻ്റെയറിനെ ചാമ്പ്യൻ ആക്കി എന്ന് പറയേണ്ടി വരും. ഇനി രണ്ടാമത്തേത് ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റസ്ലറിനെ ഈ മെയിൻ ഇവൻറ്റ് സീനിലേക്ക് ഇടാൻ. ജേക്കബ് ഫാറ്റു നമുക്കറിയാം നിലവിലൊരു ഫേസ് ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഹീലായിട്ടുള്ള ഡ്രൂ മാക്കിൻ്റെയർ ചാമ്പ്യനായിട്ടിരിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ജേക്കബ് ഫാറ്റു പോകുമ്പോൾ ജേക്കബ് ഫാറ്റുവിന് ഒരു പ്രാധാന്യം കിട്ടും. അപ്പോൾ ജേക്കബ് ഫാറ്റുവിനെ കൂടി മെയിൻ ഇവൻറ്റ് സീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടി ഈ ഡ്രൂ മാക്കിൻ്റെയറിനെ ചാമ്പ്യനാക്കിയതിൽ ഉണ്ട് എന്ന് തോന്നുന്നു. കൂടാതെ ഡ്രൂ മാക്കിൻ്റെയർ 6 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെയും ചാമ്പ്യൻ ആകുന്നത്. അതായത് ഡ്രൂ മാക്കിൻ്റെയറിൻ്റെ കരിയറിലെ 4ാമത്തെ
രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിന് വലിയൊരു അവസരം കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ കൂടിയും WWE ഉണ്ട്. ഡ്രൂ മാക്കൻഡയറിന് ഇപ്പോൾ ഈ കോഡി റോഡ്സിന് റോമൻ റെയിൻസിനൊക്കെ കിട്ടിയതുപോലെ വലിയൊരു ലെങ്ത് ഉള്ള ഒരു ലോങ് റൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഡ്രൂ മാക്കൻഡയറിന് റോയൽ റംബിൾ വരെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൈവശപ്പെടുത്താൻ സാധിക്കും. ഓൾറെഡി ഡ്രൂ മാക്കൻഡയറിൻ്റെ അടുത്ത ചലഞ്ചറെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂർണമെൻറ്റ് WWE അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഡ്രൂ മാക്കൻഡയർ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ യൂറോപ്പ് ടൂറിൽ വെച്ച് ഒരു ടൈറ്റിൽ ചേഞ്ച് പെട്ടെന്നാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോ അൺപ്രഡിക്റ്റബിൾ ആക്കിയും ഇനിയുള്ള ഷോകളെ കുറച്ചും കൂടി കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഡ്രൂ മാക്കൻഡയർ വിജയിച്ചത് അല്ലെങ്കിൽ ഡ്രൂ മാക്കൻഡയറിനെ വിജയിപ്പിച്ചത് നല്ലൊരു തീരുമാനമായിട്ടാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രൂ മാക്കൻഡയറിനെ എന്തായാലും നമുക്കറിയാം ടൈറ്റിൽ ഇല്ലാതെ തന്നെ മെയിൻ സ്റ്റോറികൾ ചെയ്യാൻ പറ്റിയ കാലിബർ ഉള്ള ഒരു റെസ്ലറാണ്. അപ്പോൾ ചാമ്പ്യൻഷിപ്പും കൂടി കിട്ടുമ്പോൾ ഡ്രൂ മാക്കൻഡയർ അത് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീതിയും നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും നല്ലൊരു ടൈറ്റിൽ റണ്ണ് ഡ്രൂ മാക്കൻഡയറിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.